ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പേജ് നമ്പർ 98, 99ലെ പ്രവൃത്തി പരിചയമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ 8 മീറ്റർ ലോങ് സ്ട്രിംഗ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പാർട്സ്, വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ചോദ്യം മനസ്സിലായില്ലേ? 8 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിംഗ് 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പീസിൻ്റെയും ലെങ്ത് എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് രീതിയിലാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത്. ഒന്ന് ഫ്രാക്ഷണൽ ഫോം ആയിരിക്കണം, മറ്റൊന്ന് മിക്സഡ് ഫ്രാക്ഷണൽ ഫോം ആയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ഈച്ച് പീസ്. എന്തായിരിക്കും ലെങ്ത് ഓഫ് ഈച്ച് പീസ്? 8 മീറ്ററിനെ എന്തായി ചെയ്യുന്നത്? 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം 8/5 അത്രയും മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ഫോമിൽ കൂടെ എഴുതണം. അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് 8 മീറ്റർ 5 പാർട്സ് ആയിട്ടാണ് മാറ്റേണ്ടത് അല്ലേ? 8 മീറ്റർ ആണുള്ളത്, അത് നമുക്ക് 5 പാർട്സ് ആയിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ 8 എന്ത് ചെയ്യാം? ഓരോ മീറ്റർ വീതം ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5 മീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം കട്ടിങ് 5 പീസസ് ഈച്ച് 1 മീറ്റർ. എന്താണ്? 5 പീസായിട്ട് കട്ട് ചെയ്യുക. ഓരോ ലെങ്ത് എന്തായിരിക്കണം? 1 മീറ്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ബാക്കി വരുന്നത് എന്നാണ്. ടോട്ടൽ ഉണ്ടായിരുന്നത് എത്രയാണ്? 8 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 5 മീറ്റർ ആണ് കട്ട് ചെയ്യുന്നത് അല്ലേ? ഓരോ പീസ് 1 മീറ്റർ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ 5 പീസായാൽ 5 മീറ്റർ ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 8 - 5 എത്രയാണ്? 3 മീറ്റർ ആയിരിക്കും ബാക്കി വരുന്നത്. ഈ 3 മീറ്റർ എന്ത് ചെയ്യണം? നമുക്ക് 5 പേർക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് 3 മീറ്റർ ടു 5 ഈക്വൽ പീസ് എന്തായിരിക്കും? 3 മീറ്ററിനെ 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ 3/5 മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് വീണ്ടും എഴുതാം ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്തായിരിക്കും? ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 8/5 മീറ്റർ ആണ് ഈക്വൽ ടു. ഒന്നുകൂടെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? ആദ്യം നമ്മൾ കൊടുത്തത് എത്രയാണ്? 1 മീറ്റർ ആണ് കൊടുത്തത്. പിന്നീട് എത്രയാണ്? 3/5 ആണ്. അപ്പോൾ എന്തായിരിക്കും ഒരാൾക്ക് കിട്ടുന്നതായിരിക്കും? 1 ആൻഡ് 3/5 മീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ അതുകൂടെ എഴുതാം 1 ആൻഡ് 3/5 മീറ്റർ. മനസ്സിലായിട്ടില്ലേ? ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? 5 പീസ് എന്ത് ചെയ്യേണ്ടത്? ഓരോ മീറ്റർ വീതം കട്ട് ചെയ്യുകയാണ്. ഓരോരുത്തർക്ക് എന്ത് കിട്ടി? 1 മീറ്റർ കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കി വരുന്നത് 3 മീറ്റർ ആണ്. 3 മീറ്ററിനെ എന്ത് ചെയ്തു? 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 3/5 ആണ്. അങ്ങനെയാണ് 1/3/5 കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15 ലിറ്റേഴ്സ് ഓഫ് കരോസിൻ ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻടു 4 cans. ഹൗ മച്ച് ഡസ് ഈച്ച് ക്യാൻ കണ്ടെയ്ൻസ് ഇൻ ലിറ്റേഴ്സ്? 15 ലിറ്റേഴ്സ് ഓഫ് കരോസിൻ എന്ത് ചെയ്യാണ്? 4 ക്യാൻസിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഈക്വൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്യാനിലും എത്ര ലിറ്റർ വീതം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് എഴുതാം ഈച്ച് ക്യാൻ കണ്ടെയ്ൻസ്. എന്ത് എഴുതാണ്? ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 15/4 അല്ലേ? അത്രയും ലിറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് 4 ക്യാനിലേക്ക് എന്ത് ചെയ്യണം? കരോസിന് മാറ്റണം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഗിവിങ് 3 ലിറ്റർ ടു ഈച്ച് ക്യാൻ. അങ്ങനെ 3 ലിറ്റർ ഓരോ ക്യാനിലും കൊടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും ലെഫ്റ്റ് വരുന്നത്? എത്ര ബാക്കിയാവും? അതായത് ഒരു ക്യാനിൽ 3 ലിറ്റർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എത്രയും 3 × 4 നോക്കണം. എത്രയാണ്? 3 × 4 എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 12 എന്ത് ചെയ്യണം? ടോട്ടൽ ലിറ്ററിൽ നിന്ന് മൈനസ് ചെയ്യണം. അങ്ങനെ 15ൽ നിന്ന് 12 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3 ലിറ്റർ കിട്ടും. ഇനി വീണ്ടും എന്ത് ചെയ്യണം? 3 ലിറ്റർ നമ്മൾ എന്ത് ചെയ്യണം? 4 ക്യാനിലേക്ക് വീണ്ടും നിറയ്ക്കണം. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡിങ് 3 ലിറ്റർ ടു ഈച്ച് ക്യാൻ എത്രയായിരിക്കും? 3 ലിറ്റർ നമ്മൾ ഈച്ച് ക്യാൻ അതായത് 4 ക്യാനിലേക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3/4 ലിറ്റർ ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം ഈച്ച് ക്യാൻ കണ്ടെയ്ൻസ്. ആദ്യം കിട്ടിയ ആൻസർ എത്രയാണ്? 15/4. അത് നമുക്ക് എഴുതാം 15/4 ലിറ്റർ ഈക്വൽ ടു ഒരു ആൻസർ കൂടെ ഉണ്ട്. ആദ്യം എത്രയാണ് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തത്? 3 ലിറ്റർ വീതമാണ് ഓരോ ക്യാനിലും നിറച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3 എഴുതാം ആദ്യമായിട്ട്. 3/4 കൂടെ ഓരോരോ ക്യാനിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് എഴുതാം 3/4 ലിറ്റർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 3/4 ലിറ്റർ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 25 kilograms ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഈക്വലി എമോങ് 8 persons, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ കിലോഗ്രാംസ്? 25 കിലോഗ്രാം ഷുഗർ 8 പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം ഈച്ച് പേഴ്സൺസ് ഗെറ്റ്. എത്രയായിരിക്കും കിട്ടുക? 25/8 കിലോഗ്രാം ആയിരിക്കും. 8 പേർക്ക് 25 കിലോഗ്രാം ഉണ്ടെങ്കിൽ എത്ര വീതം കൊടുക്കണമെന്നറിയണം. 8ൻ്റെ ഗുണനപ്പട്ടിക നമുക്കൊന്ന് നോക്കാം. 1 × 8 എത്രയാണ് വരുന്നത്? 8 ആണ്. 2 × 8 വരുന്നത് 16 ആണ്. 3 × 8 വരുന്നത് 24 ആണ്. അപ്പോൾ 8 പേർക്ക് 3 kg വീതം കൊടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 24 ആയിരിക്കും.
ഇവിടെ എത്രയുണ്ട്? 25 ഉണ്ട്. അപ്പോൾ 1 കിലോഗ്രാം എന്ത് വരും? ബാക്കി വരും. അപ്പോൾ നമുക്ക് എഴുതാം ഡിവൈഡിങ് 3 kg ഓഫ് ഷുഗർ ഫോർ ഈച്ച് പേഴ്സൺസ് ഇറ്റ് ലെഫ്റ്റ് എത്രയായിരിക്കും? 25 നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? 24 ആണ്. എത്രയാണ് വരുന്നത്? 1 kg ആണ്. 1 kg ആണ് ബാക്കിയാവുന്നത്. പിന്നീട് എന്ത് ചെയ്യണം? 1 kg ഓഫ് ഷുഗർ ഫോർ 8 പേഴ്സൺസ് 8 പേഴ്സൺസിന് കൊടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 1/8 ആയിരിക്കും. ഒന്നിനെ 8 ഭാഗമായിട്ട് മാറ്റി അതിലൊരു ഭാഗമായിരിക്കും ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എഴുതാം ഈച്ച് പേഴ്സൺസ് ഗെറ്റ്സ് എത്രയാണ്? ആദ്യം കിട്ടിയ ആൻസർ എത്രയാണ്? 25/8 കിലോഗ്രാം ആണ്. ഈക്വൽ ടു പിന്നീട് എന്താണ് എഴുതാൻ പറ്റുന്നത്? പിന്നീട് എത്രയാണ്? ഒരാൾക്ക് നമ്മൾ കൊടുത്തത് 3 kg ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 3 kg എഴുതാം. പിന്നീട് വരുന്നത് എത്രയാണ്? പിന്നീട് കൊടുത്തിരിക്കുന്നത് 1/8 പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ഇവിടെ എഴുതാം 1/8 kg. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 25/8 kg ഈസ് ഈക്വൽ ടു 3 and 1/8 kg. പിന്നീട് വരുന്നത് ഫ്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.